മോഹനൻ പറഞ്ഞത് ഇന്ന് കണ്ടിട്ട് ഞാൻ ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. കാരണം കെ സുധാകരന്റെ അനുഗ്രഹം വേണം, എന്നിട്ട് എനിക്ക് ഇതിലേക്ക് അത് പറയാൻ കാരണം അതല്ലെങ്കിൽ മോന് സുന്ദരമായിട്ട് ജയിക്കാൻ എന്തെങ്കിലും സാധ്യത ഉണ്ടെങ്കിൽ അത് പൊളിയും. തീർച്ചയായും ഇതിപ്പോൾ പരസ്യമായത് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇപ്പോൾ ദിലീപ് പറഞ്ഞല്ലോ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം ഒരു പ്രതികരണവും വന്നിട്ടില്ല എന്ന് പറഞ്ഞല്ലോ. അത് മാത്രമല്ലല്ലോ ആധാരം. ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ അതിന്റെ തൊട്ട് മുൻപുള്ള മണിക്കൂറുകൾ വരെ എന്ത് സംഭവിച്ചു എന്നുള്ളത് പ്രധാനമാണ്. അതിന് തൊട്ട് മുമ്പുള്ള മണിക്കൂറുകൾ പ്രധാനമാണ്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? അതിന് തൊട്ട് മുമ്പ് അല്ലെങ്കിൽ ഡൽഹിയിലേക്ക് പോകുന്നതിന് മുമ്പ് കെ സുധാകരൻ ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു എന്നുള്ള വസ്തുതയാണ്. കണ്ണൂർ നിയമസഭാ സീറ്റ് തനിക്ക് വേണം എന്ന ആഗ്രഹം അദ്ദേഹം പ്രകടിപ്പിച്ചിരുന്നു. ആ ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു. അതേ തുടർന്നുള്ള ചർച്ചകൾ ഡൽഹിയിൽ നടന്നു. ആ ചർച്ചകളെല്ലാം പൂർത്തിയായി. കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കി. 95 മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചുള്ള അതിൽ ഈ CPIM വിമതരായിട്ടുള്ളവരെ ഒഴിച്ചു നിർത്തി 3 മണ്ഡലങ്ങളിലെ വിമതർക്ക് നൽകുന്ന പിന്തുണ പയ്യന്നൂർ RSPക്ക് നൽകിയതാണ്. അതുകൊണ്ട് RSPയുടെ കണക്കിലാണ് അത് പോകുന്നത്. ബാക്കി കോൺഗ്രസിന് ശേഷിക്കുന്ന ആ 95 സീറ്റിലെയും അതിൽ 92ലും ആ സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കാൻ കോൺഗ്രസിനായി ഒരു അവസരവും ഇല്ല എന്ന് എങ്ങനെ പറയാൻ കഴിയും? ഞാൻ ചോദിച്ചതുപോലെ അങ്ങനെയാണെങ്കിൽ കോൺഗ്രസ് എന്ന് പറയുന്ന സംവിധാനം ഈ കെ സുധാകരനും VD സതീശനും രമേശ് ചെന്നിത്തലയും VD സതീശനും ഒക്കെ മാത്രമാകണം. അതല്ലാതെ ഞാൻ നേതാക്കൾ എന്താണ് പറഞ്ഞത്? കെ സുധാകരൻ എന്താണ് പറഞ്ഞത്? ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട പ്രശ്നം കോൺഗ്രസ് പ്രവർത്തകർക്കും നേതാക്കൾക്കും മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അധികാരത്തിലേക്ക് തിരിച്ചെത്തുക എന്നതാണ് കോൺഗ്രസിനെ. സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചതിന് ശേഷം മാത്രം മതിയോ ആ ലക്ഷ്യം? സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചതിന് ശേഷം മാത്രം മതിയോ ആ ലക്ഷ്യം എന്നതാണ് എന്റെ ചോദ്യം. സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് ഏത് നേതാക്കൾക്കും അവകാശവാദവും ആഗ്രഹവും ഉണ്ടാവുമല്ലോ, സ്വാഭാവികമാണ്. 100% ഉറപ്പായതിനു ശേഷമാണല്ലോ അധികാരത്തിലെത്തിക്കുക എന്നത് മാത്രമാണ് ഞങ്ങളുടെ ലക്ഷ്യം എന്നുള്ള ബോധ്യം ഈ മുതിർന്ന നേതാക്കൾക്ക് ഉണ്ടാകുന്നത്. ഒരാൾ പറഞ്ഞിട്ട് മറ്റൊരാൾ പറയുമ്പോൾ ക്ലാഷ് നമുക്ക് വേണം. പക്ഷേ കാര്യം ഇത് ഗോപി, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കോൺഗ്രസിൽ ഗ്രൂപ്പ് വഴക്ക് നേരത്തെ കത്തി നിന്ന പരസ്യമായി തെരുവിലേക്ക് നീങ്ങിയ ഒരു കാലഘട്ടം ഉണ്ടല്ലോ. ആ കാലഘട്ടത്തിൽ പോലും ഒരു മണ്ഡലത്തിൽ ഒരു ഗ്രൂപ്പിൽ നിന്ന് തന്നെ 3ഉം 4ഉം പേരുകളാണ് പോകുന്നത്. അങ്ങനെ ആ നിലയിലുള്ള പേരുകൾ ഓരോരുത്തരും അവരുടെ അനുയായികളെ കൊണ്ട് മാക്സിമം സമ്മർദ്ദം ചെലുത്തുന്നു. അത്തരം കാര്യങ്ങളൊക്കെ കേരളം കണ്ടിട്ടുള്ളതാണ്. ഒരു ഗ്രൂപ്പിൽ നിന്ന് 3ഉം 4ഉം പേരുകൾ പോയിട്ടുള്ള കാര്യം നമ്മൾ പറയുന്നു. പക്ഷെ ഇത്തവണ എന്താണ് കാണുന്നത്? ഒരു മണ്ഡലത്തിൽ 3ഉം 4ഉം സ്ഥാനാർത്ഥികൾ ഇതിനോടകം തന്നെ പ്രചാരണം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ സ്ഥാനാർത്ഥി പട്ടിക വരുന്ന നിമിഷം മുതലല്ല ഈ നേതാക്കൾക്ക് ഈ ബോധം പ്രചാരണം തുടങ്ങിയിട്ടില്ല. ശരി, ഞാൻ പറയുന്നത് സ്ഥാനാർത്ഥി പട്ടിക വരുന്ന നിമിഷം മുതലല്ല നേതാക്കൾക്ക് ഈ ബോധ്യം ഉണ്ടാകേണ്ടത് എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഇതാ കൊച്ചിയിൽ നോക്കൂ, 2 സ്ഥാനാർത്ഥികൾ ദീപ്തി മേരി വർഗീസ് മാറി പറഞ്ഞു. പ്രചാരണം തുടങ്ങിയിരുന്നു. തീരുമാനം വരുന്നതിന്